ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, റോയൽ റോഡ്സ് പ്രഷോവ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു വാഹനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതും മഹീന്ദ്ര താർ. എല്ലാ വണ്ടി പ്രാന്തന്മാരുടെ ഇഷ്ടവാഹനമായ താർ. പുതിയ താറല്ല, പഴയ താർ. പേഴ്സണലി എനിക്ക് പഴയ താറിനോടാണ് പുതിയ താറിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം. കാരണം ആ വണ്ടി എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോട്ടോർ റിബലിനെ കുറിച്ചൊരു വർക്ക്ഷോപ്പ്. ആ മോട്ടോർ റിബലിന് പറയാൻ കാരണം ഇത് നമ്മുടെ ചേട്ടച്ചാന്റെ വർക്ക്ഷോപ്പാണ്. എന്റെ സ്വന്തം ചേട്ടൻ്റെ അല്ല, എൻ്റെ ഒരു ബ്രദറിന്റെ വർക്ക്ഷോപ്പാണ്. ഷിനോഷ് എന്ന് പറഞ്ഞാൽ ഈ പേര് ഇട്ടത് ഞാനാണ്, മോട്ടോർ റിബൽ. അപ്പൊ ഈ പുള്ളിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ പുള്ളിയുടെ ഹോബി എന്ന് വെച്ചെങ്കിൽ എല്ലായിടത്തും പോയിട്ട് വണ്ടി എടുക്കും, ആ വണ്ടി ഇങ്ങനെ ഇടും, അത് കട്ടപ്പുറത്തിരിക്കും, എന്നിട്ട് പുള്ളിക്ക് സമയം പോലെ അത് പയ്യെ പണിതെടുക്കും. അങ്ങനെ പണിതൊരു വണ്ടിയാണത്. നല്ല ഷേപ്പുള്ള വണ്ടിയാണ്, വലിയ മോഡിഫൈഡ് ഒന്നുമല്ല, അത്യാവശ്യം ഷേപ്പുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഇത് പറയാൻ കാരണം ഇനി നമ്മുടെ താറ് പിന്നെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോണേന്ന്, പെയിന്റൊക്കെ മാറ്റാനായിട്ട്. അപ്പൊ ആ താറിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോണത് ഈ വീഡിയോയിൽ. നമുക്ക് ഈ വീഡിയോ വെച്ചെങ്കിൽ ട്രാവലിംഗ് പ്ലസ് വണ്ടി പ്രാന്തനായതുകൊണ്ട് വണ്ടി വിട്ട ഒരു പരിപാടി നമുക്കില്ല. അപ്പൊ ഗൈസ് എന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ആ താറിന്റെ അടുത്തേക്ക് പോവാം. ഷിനോജനെ കാണാം, മോട്ടോർ റിബൽ വർക്ക്ഷോപ്പ് പോകണം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മോട്ടോർ റിബൽ എന്ന് പറയുന്ന വർക്ക്ഷോപ്പ്. അപ്പൊ ഇപ്പൊ ഷിനോജേട്ടൻ വന്നിട്ടില്ല ഇവിടെ, കാരണം പുള്ളി ഇത്തിരി പോസ്റ്റ് മാസ്റ്ററാണ്. ഞാൻ പുള്ളി പോസ്റ്റ് മാസ്റ്ററിനെ വിളിക്കണത്. പുള്ളി വന്നിട്ടില്ല ഇവിടെ. നമ്മുടെ പയ്യനെ കിടക്കുന്നുണ്ട് ഇവിടെ, നമ്മുടെ സർവീസിന് കിട്ടിയിരിക്കുന്നത്. ഈ കാണുന്ന ബൊലേറോ നമ്മ ഇറക്കിയ വണ്ടിയാണ് രാവിച്ചൻ്റെ വർക്ക്ഷോപ്പിൽ. അപ്പോൾ എന്തോ ചെറിയ ഇതിൽ ടയറൊക്കെ മാറി പിന്നെ പോളിഷിന് വണ്ടി കയറ്റിയിരിക്കുന്നത് ഷിനോജേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഈ വണ്ടിയുടെ ടയർ എംടി ആയിരുന്നു. എൻ്റെ ചേട്ടൻ ഇറക്കി കൊടുത്ത വണ്ടിയാണത്, മിസ്റ്റർ ബൊലേറോ. പുള്ളി ബൊലേറോ പ്രാന്തനാണ്. അപ്പോൾ ഇതിൻ്റെ ടയർ ഈ പറഞ്ഞ പോലെ എംടി ആയിരുന്നു, അത് മാറ്റി ഇപ്പോൾ നോർമലാക്കിയത്. കാരണം നമ്മുടെ എറണാകുളത്ത് ഈ പറഞ്ഞ പോലെ ഓടിക്കാൻ പറ്റില്ല സ്കീമുണ്ട്. കാരണം അവരുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഓടിക്കാം. പക്ഷേ അധികം ഈ പറഞ്ഞ പോലെ മോഡിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കാറില്ല. നമ്മൾ ഒരു മിനിമം സംഭവം ചെയ്യാറുള്ളൂ. എന്തോ വണ്ടി കിട്ടുന്ന വണ്ടിയായിരുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു ബ്ലാക്ക് നമ്മൾ വണ്ടി കയറ്റിട്ടുണ്ട് പണിയാനായിട്ട്. അതിന് മുമ്പ് ഇറങ്ങിയ വണ്ടിയാണത്. അതറിയാലോ, നമ്മുടെ പയ്യൻ കിടക്കണം. അവന് ചെറിയ ഒരു പോളിഷിങ് കാര്യങ്ങളൊക്കെ, പോളിഷിംഗ് അല്ല, ബ്രേക്കിൻ്റെ ചെറിയൊരു പരിപാടി കിട്ടിയെങ്കിൽ അപ്പോൾ അവന് പിന്നെ പോളിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം എന്തെങ്കിലും ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ കഥാനായകനിലേക്ക് വരാം. ഇവനെയാണ് ഞാൻ പറഞ്ഞത് കഥാനായകൻ. ഇവനെയാണ് നമ്മൾ പണിയാൻ നിൽക്കുന്നത്. ഓൾറെഡി ഈ വണ്ടി ഫുൾ പണിത വണ്ടിയാണ്. പക്ഷേ ഹെവി മോഡിഫിക്കേഷൻ അല്ല, അത്യാവശ്യം നമ്മൾ ഒരു കട്ടപ്പുറത്ത് എടുത്ത് സ്ഥലത്ത് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റീസ്റ്റോറൊക്കെ ചെയ്തിറക്കിയ വണ്ടിയാണ്. ഇപ്പം ഷിനോജേട്ടൻ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒന്ന് പെയിൻ്റൊക്കെ മാറണം, ഒന്ന് കൂട്ടപ്പനാക്കണം എന്നുള്ളൊരു സംഭവം. പിന്നെ ഇവിടെ ഹോണ്ട സിറ്റി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊക്കെ ഒരു പണ്ട് ആ വണ്ടി പുള്ളി എടുത്തതാണ്. ആ വണ്ടി റീസ്റ്റോർ ചെയ്തിറക്കി പിന്നെ അത് ഇതുപോലെ ഫുൾ പണത് അയച്ചിട്ട് അങ്ങനെയാണ് വണ്ടി. ആ വണ്ടിനെ കുറിച്ചും കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ നമുക്ക് താറിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഷിനോജനെ വിളിച്ച് നോക്കാം. പുള്ളി ഫോൺ എടുക്കാൻ നോക്കട്ടെ. പുള്ളി വരും, കാരണം സാധനം ഇത്തിരി പോസ്റ്റാണെങ്കിൽ സാധനം എത്തും എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഷിനോജനെ വിളിച്ച് നോക്കാം. ഷിനോട്ടൻ വരുമോ നോക്കാം. സാധനം വരുമെന്ന് സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് 5 കിട്ടണമെന്ന് ചിലപ്പോൾ വന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിയും. ഞാൻ വിളിച്ച് നോക്കാം ഷിനോജനെ. റിങ്ങുണ്ട്, സാധനം എടുക്കണില്ല. ഷിനോട്ടൻ എവിടെ ഉണ്ട്? ഗുഡ് മോർണിംഗ്, എവിടെ ഉണ്ട്? ആണാ? ഒന്ന് വരുമോ? നമ്മുടെ താറെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പയ്യൻ വന്ന് ആദ്യയുടെ സമയത്തിനൊക്കെ പയ്യൻ വന്നത്. ഷിനോട്ടാ എന്തായി? ഗുഡ് മോർണിംഗ്. അതെ, നമ്മുടെ താറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ പിള്ളേർക്ക്. എൻ്റെ അടുത്ത പണി എന്താ വണ്ടിയിൽ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വർഷം മുമ്പ്. ഇതിനോട്ട് ഇതൊക്കെ നമ്മുടെ വർക്കല്ലേ? ഇതൊക്കെ നമ്മളിവിടെ ചെയ്യണ വർക്കാണ്ടോ സ്വന്തമായിട്ട്? ഈ വണ്ടിനെ കുറിച്ച് പറയുമെങ്കിൽ ഈ വണ്ടിയുടെ കനോപ്പി എല്ലാം ഇവിടെ ചെയ്ത് വർക്കാണ്. ആകെ എനിക്കൊന്ന് നമ്മൾ പുറത്തേത് ഈ ഒരു ഗ്ലാസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാനും നമ്മൾ എല്ലാം ഇട്ട് ഫൈബറിന്റെ ഗ്ലാസ്. ബാക്കി ഈ വർക്ക് മൊത്തം ചെയ്ത. കാരണം ഞാൻ ഇത് പറയാൻ കാരണം വെച്ചെങ്കിൽ ഞാൻ ഒരു താറിനും താറുണ്ടെന്ന് പറയല്ലോ, പക്ഷേ ഈ കനോപ്പി ഈ ഒരു ഷേപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഈ വണ്ടിയുടെ ഷേപ്പ് ഭയങ്കര ചില താറമ്പ് എങ്ങനെയും പണിയാൻ പറ്റും, പക്ഷേ
ഒരു ഷേപ്പ് കിട്ടാൻ ഇത്തിരി പണിയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ മിക്ക താറിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും കനോപ്പി വന്നേക്കുന്നത്. പക്ഷേ ഷിനോട്ടിൻ്റെ ചെയ്ത വർക്കെല്ലാം വേണം. ഉണ്ടിയിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ ചെയ്ത വർക്കുണ്ടോ, മെറ്റീരിയലൊക്കെ ഇവിടെ ചെയ്താണ്, സ്വന്തമായിട്ട് ചെയ്യാണ് സംഭവം. അപ്പം അടുത്ത് ഈ വണ്ടിക്ക് എന്താ അടുത്ത പണികളെല്ലാം ചെയ്യാൻ? എല്ലാം പ്രൈമർ അടിച്ച് അപ്പോക്സ് അടിച്ച് കഴിഞ്ഞിട്ട് ഡാമ്പിങ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തു കൂടി നമുക്ക് ഊരി നമുക്ക് കുടയാവുന്ന ടൈപ്പ് മാറ്റായിരിക്കും നമുക്ക് ചെയ്യണം. ഇതേപോലെയുള്ള വണ്ടികളിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ വരാം. ഓഫ് റോഡ് യൂസ് എല്ലാം അപ്പോൾ അതിൻ്റെ ഫുൾ ടൈം നമുക്ക് വെള്ളം നമുക്ക് ഇതിനകത്ത് നിന്നാലും വീണ്ടും പാച്ച് വർക്ക് വരും. ഓക്കെ, എന്തോരം നമ്മൾ പാച്ച് ചെയ്താലും മഹീന്ദ്രക്കുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ച് വരും. അങ്ങനെയാണ് അതിൻ്റെ ബോഡി. ഇപ്പോൾ ഇതൊക്കെ പാച്ച് ചെയ്ത് കഴിഞ്ഞ വണ്ടികളിൽ ഇപ്പോൾ ചെറിയ പാച്ച് ചെറുതായിട്ട് ഇതാണ് പൊന്തുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷാക്ക്, ഇതിൻ്റെ ഇവിടെ വരുന്ന ബുഷുകൾ, ഓക്കെ, അതുപോലെ തന്നെ ഷോക്ക് അപ്സർ, ഓക്കെ, ലീഫ് കറക്റ്റായിട്ടൊന്ന് ബെൻഡടിച്ച് കറക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള AC കാര്യങ്ങളൊന്നും കൂടി റീസ്റ്റോർ ചെയ്യും. അങ്ങനെ കിടക്കുമ്പോൾ കൂളിംഗ് പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വേറെ ഒന്നുമില്ല, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഷിനോൻ്റെ ലൈഫാണ്. കാരണം ഈ സാധനം നമ്മൾ ചോദിച്ചാണ് എടുക്കാനാണ്. ഷിനോടെ കൊടുക്കൂലി വണ്ടി, ആർക്കാണ് കൊടുക്കൂലി വണ്ടി. കാരണം ഈ വണ്ടി പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് എന്നിട്ട് എടുത്ത വണ്ടിയാണത്. ഒരു വീട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ അവിടെ പോയി പുള്ളി എടുത്ത വണ്ടിയാണത്. അപ്പോൾ പുള്ളി ഒരു വണ്ടിപ്രാന്തനാണ്, അത് വേറെ കാര്യം. ആ വണ്ടിപ്രാന്തിൽ നിന്ന് ഉണ്ടായ ഒരു വർക്ക്ഷോപ്പാണ് ഈ കാണുന്ന മൊത്തം. പുള്ളിയെ പണ്ടായിട്ട് എനിക്ക് അറിയാറുള്ളത്. പുള്ളി കുഞ്ഞൊരു കടയിൽ പോയി തുടങ്ങിയ പുള്ളി ഇത്രമാത്രം സെറ്റ് ചെയ്തെടുത്ത് ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തങ്ങനെ സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോഗ് ലാംപ്സ് എന്ന് വെച്ചെങ്കിൽ ഗൈ സോറി കേട്ടോ, അത് ഉറക്കടക്കൊണ്ട് സ്വരമൊക്കെ ഇത്തിരി ഡിസ്ട്രാക്ഷനാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഫോഗ് ലാമ്പ് വെക്കാൻ പാടുന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഐറേഞ്ച് കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐറേഞ്ച് ഇടുക്കിയിലൊരു വണ്ടി നമ്മൾ എറണാകുളത്ത് വല്ല ഹോസ്പിറ്റൽ കേസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഫോഗ് ലാമ്പ് ഉണ്ടോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ ഫോഗ് ലാമ്പ് വെച്ചിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ളൂ എറണാകുളത്ത്. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ഫോഗ് ലാമ്പ് വെക്കണമെങ്കിൽ ഒരു കവർ ഇട്ടാൽ നമുക്ക് ആ ഇത് മാറ്റാം. കാരണം പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതി. എന്നിട്ട് അങ്ങനെ ഒരു സാറ് പറഞ്ഞു തന്നു, വെച്ചോ, പക്ഷേ കവർ ഇട്ടാൽ മതി വണ്ടിയിൽ. അപ്പോൾ വണ്ടിക്കെല്ലാം കവറെല്ലാം ഉണ്ട് ഫോഗ് ലാമ്പിൻ്റെ. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പണ്ട് ഞാൻ ഈ വണ്ടി പുറകെ തന്നെയാണ് ഈ വണ്ടിയുടെ. ഈ താറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള താറാണ്. ഷിനോട്ട ഒരിക്കലും വണ്ടി കൊടുക്കൂല. കാരണം ഈ വണ്ടി അന്ന് വേറെ വർക്ക്ഷോപ്പിൽ, ഷിനോൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉള്ളിലുണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഒരു ഷെഡിൻ്റെ അകത്ത് കട്ടപ്പുറത്ത് ഈ സാധനം വിരിച്ചിട്ട് അങ്ങനെ ഇരുന്നു തുണിയൊക്കെ. അവിടെ നിന്ന് സാധനം പൊക്കി എടുത്താണ്. നമ്മുടെ കസ്റ്റമറാണ് ഈ 15 നമ്പറത്തിന് വണ്ടി എടുത്തത്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വർക്കാണത്, മിസ്റ്റർ ബൊലേറോ. പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, മിസ്റ്റർ ബൊലേറോ എന്ന് പറയുന്നത്. ഇപ്പോൾ പുള്ളി ഇറക്കാൻ പോകുന്ന അടുത്ത വണ്ടി ബ്ലാക്കാണ്. ഇത് അതിന് മുമ്പ് പോയ വണ്ടിയാണത്. ഇതിൻ്റെ ടയറൊക്കെ മാറി കേട്ടോ. ഇതിൻ്റെ എറണാകുളത്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് ഈ ടയറൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ടയറൊക്കെ പുള്ളി തന്നെ മാറ്റിയാണത്. അപ്പോൾ എന്തോ ചെറിയ പണിക്കൂടെ കൊണ്ടുവന്നൊക്കെയാണ്. ഇപ്പോഴത്തെ സാധനം കണ്ടോ, പഴയ 800 ഇപ്പോൾ കാണത്തില്ലേ, കുട്ടപ്പനായി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ പഴയ കൊള്ള സംഘത്തിൻ്റെ വണ്ടി. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് 1-2 വർഷം കഴിഞ്ഞു. വിനോദേട്ടൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണത്. ഞാൻ ഓടിച്ചാൽ നല്ല രസമാണ് ഓടിക്കാണ്ട്. പയ്യനിപ്പോൾ ഫസ്റ്റിലാണ്. ഇനി ഇതിന് കുറച്ചും ഈ പയ്യനെ പണിയും. ഇപ്പം നമ്മുടെ പയ്യൻ ഞാനിവിടെ നോക്കണം. എന്താടാ എന്ത് ഇവനാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ കാവൽക്കാരൻ. സിറ്റി എന്തായി നമ്മുടെ പഴയ ഹോണ്ട സിറ്റി, നമ്മളൊക്കെ പൊളിച്ച വണ്ടി. ആ സാധനം എന്തായി? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടാണ്. ഈ നമ്മുടെ ടൈപ്പ് 2 അല്ലേ വണ്ടി? വൈറ്റക്ക്. ഓക്കെ, ഓക്കെ.
അതിനുശേഷം നമ്മൾ ആ സാധനം കാണിച്ചിട്ടുണ്ടാവും, ഒന്നൂറ് കാണിക്കാൻ പോ. അതിൻ്റെ പ്രൊജക്റ്റ് അതെ, എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സാധനം ഒന്ന് പണിതിറങ്ങണമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്ന സംഭവമാണ് മുതൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ അടുത്തൊന്ന് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഫുള്ള് പിൻ ടു പിൻ എല്ലാം ഈ പറഞ്ഞ പീസാക്കി ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നേന്ന് സസ്പെൻഷൻ എല്ലാം കയറ്റി. ഓക്കെ, ഈ റണ്ണിങ് ബോർഡൊക്കെ കംപ്ലീറ്റ് പോയതാണ്. ഓക്കെ, റണ്ണിങ് ബോർഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് കൂടിയ ഷീറ്റിൽ ജപ്പാൻ ഷീറ്റിൽ ചെയ്ത് പെയിന്റ് ചെയ്ത് ഓക്കെ, രണ്ട് റണ്ണിങ് ബോർഡ്. ഓക്കെ, കാരണം പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിലൊക്കെ റെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഈ രണ്ട് റണ്ണിങ് ബോർഡ് നമ്മൾ മാറി. അതിലാണ് മെയിൻ പണി. ഓക്കെ, ഓക്കെ, അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള പാച്ച് വർക്കുകളെല്ലാം തന്നെ തീർക്കും. എല്ലാം പ്രൈമർ അടിച്ച് സെറ്റ് ചെയ്തിട്ടേക്കണം. ഓക്കെ, ഓക്കെ. എല്ലാം പ്രൈമർ പക്ഷെ പയ്യെ ഇറക്കോളൂ. പയ്യെ നടക്കുള്ളൂ. അത് 1.5 വർഷം 2 വർഷം എടുക്കും മനസ്സിലായി, മനസ്സിലായി. വണ്ടി. പക്ഷെ ഇറങ്ങുമ്പോ വേറെ മൂടായിരിക്കും. ഓക്കെ, അങ്ങനെ ഫാമിലി സപ്പോർട്ടിനെല്ലാം ഇറക്കുന്നത്. ഓക്കെ, ഓഫീസിന് വേണ്ടി നമ്മൾ ഇറക്കണം. വേറെ റാലി ഓടിക്കാനുള്ള മൂടായി ഉദ്ദേശിക്കുന്നത്. ഫുള്ള് ലോവർ ചെയ്ത് ഓക്കെ, മനസ്സിലായി. കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു മൈൻഡ് സെറ്റ്. വണ്ടി അതെ, 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 എത്ര നാളാണെന്ന് അതെ. ഓക്കെ, ഓക്കെ, ഓക്കെ. പ്രൊജക്റ്റായിട്ട് തന്നെയാണ്. കാരണം ടൈം എടുക്കും. എന്നാലും പണി പണി തുടങ്ങും. വണ്ടി ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വർക്ക് ഉണ്ടോ, ഇതെല്ലാം ഇവിടെ ചെയ്തേക്കുന്ന വർക്കാണ് നമ്മളുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. അന്നിച്ചിനോട് ചെയ്തപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം കണ്ടോ, ഹെവി ഡ്യൂട്ടിയാണ്. ഹെവിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാറിൻ്റെ ഡിക്കിയാണ് ഈ കാണുന്നത്. അതെ, അതെ, പക്ഷേ ഇതിനും ഇതുപോലെ തന്നെ ഇതാണ് കമ്പനി ഡിക്കിയാണ്. അതെ. ഇതെല്ലാം നമ്മൾ മാറി ക്ലിയർ ചെയ്ത് ഈ ഒരു പോസ്റ്റിലാണ് ശരിക്കും സ്റ്റെപ്പിന് ഫിറ്റിങ് വന്നത് ശരിക്കും പറഞ്ഞു. അത് നമ്മൾ ഡിക്കി ഫ്രീ ആക്കിക്കൊണ്ട് നമ്മൾ അതിലൊരു സി ചാനൽ കൊടുക്കും. ഓക്കെ, ഇതിൽ സി ചാനൽ കൊടുക്കും. ആ സി ചാനലിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രെയിം എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ ഫ്രെയിം എക്സ്ട്രാ ചെയ്തതിൻ്റെ ഗുണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തട്ടല് വന്നാൽ എഫക്റ്റീവ് ഇല്ല, വണ്ടിയിലോട്ട് എഫക്റ്റ് ചെയ്യും. അതായത് ഗൈസ് ഒരു വണ്ടി സാധനം വന്നിടിച്ചാൽ പോലും എഫക്റ്റ് ചെയ്യാത്ത ഒരു മൂഡിലാണ് ചെയ്തേക്കണത്. കംപ്ലീറ്റ് എന്നിട്ട് നമുക്ക് കമ്പനി വന്നേക്കണം. ഇത് കാറിൻ്റെ ഓയി വന്നേക്കണ ഫ്രെയിമാണ്. ഓക്കെ, ഈ ഫ്രെയിം ശരിക്കും ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തു. ഈ ഫ്രെയിമിലോട്ടോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ഓക്കെ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ ലെവലിൽ കളർ നമുക്ക് പ്ലാൻ ചെയ്യണം. അവിടെ കളർ നമുക്ക് ഫിക്സ് ചെയ്തിട്ടില്ല കളർ. അപ്പോൾ 2 കളറും കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ എന്ത് കളർ അടിക്കണമെന്ന് വല്ല ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടിപ്രാന്തന്മാർ അറിയാമല്ലോ, എല്ലാ വണ്ടിപ്രാന്തന്മാരാണ്. അപ്പോൾ എല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വണ്ടി പണം ഇറക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് കളർ അടിക്കണമെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു രീതിയിലൊക്കെ പോകണവരെ മറക്കേണ്ട. റെയർ വിളിച്ചിന് വർക്ക്ഷോപ്പ് മോട്ടോർ റിബൽ എന്ത് വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കുക. അടിയിൽ നമ്പറാണ്. ടേക്ക് കെയർ.